ഗൾഫ് മേഖലയിലെ സാമ്പത്തിക മാതൃകകൾ വലിയ തോതിലുള്ള പരിവർത്തനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കേവലം എണ്ണപ്പാടങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വിജ്ഞാനാധിഷ്ഠിതവും വൈവിധ്യപൂർണവുമായ ഒരു തൊഴിൽ സംസ്കാരത്തിലേക്ക് ഖത്തർ അതിവേഗം ചുവട് മാറ്റുകയാണ്. ഇതിന്റെ ഏറ്റവും പുതിയതും നിർണായകവുമായ പ്രതിഫലനമാണ് സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കാനുള്ള ഖത്തർ ഭരണകൂടത്തിന്റെ പുതിയ തീരുമാനം. രാജ്യത്തെ മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള വലിയൊരു വിദേശ സമൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന ഈ നയം കേവലം ഒരു താൽക്കാലിക പരിഷ്കാരമല്ല, മറിച്ച് ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു തന്ത്രപ്രധാനമായ നീക്കമാണ്. ഖത്തർ നാഷണൽ വിഷൻ 2030 എന്ന സമഗ്ര വികസന മേഖലയുടെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ തൊഴിൽ നയങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി സർക്കാർ മേഖലയിലും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും സ്വദേശികളെ നിയമിക്കുന്നതിൽ രാജ്യം വലിയ വിജയം കൈവരിച്ചിരുന്നു. എന്നാൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ ചാലക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ മേഖലയിൽ കൂടി സ്വദേശി യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് പുതിയ നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മുൻപ് നിലവിലിരുന്ന താൽക്കാലിക നിർദ്ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രൈവറ്റ് സെക്ടർ നാഷണലൈസേഷൻ ലോ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൃത്യമായ നിയമപരമായ ബാധ്യതകൾ നിഷ്കർഷിക്കുന്നുണ്ട്. സ്വദേശി വനിതകൾക്കും ഖത്തറി സ്വദേശികളായ അമ്മമാരുടെ മക്കൾക്കും മുൻഗണന നൽകുന്ന രീതിയിലാണ് ഈ നിയമപരമായ ചട്ടക്കൂട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുതിയ നയപ്രകാരം സ്വകാര്യ കമ്പനികളിലെ സ്വദേശി ജീവനക്കാരുടെ പ്രാതിനിധ്യം നിലവിലുള്ള 17% നിന്ന് 20% ഉയർത്താനാണ് തൊഴിൽ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ആദ്യ നോട്ടത്തിൽ ഈ 3% വർധനവ് ചെറുതാണെന്ന് തോന്നാമെങ്കിലും 10,000 പുതിയ തൊഴിലവസരങ്ങൾ സ്വദേശികൾക്കായി കമ്പനികൾ മാറ്റിവെക്കേണ്ടി വരും എന്നതാണ് ഇതിന്റെ യഥാർത്ഥ പ്രതിഫലനം. ധനകാര്യ സേവനങ്ങൾ, വിവര സാങ്കേതിക വിദ്യ, ആരോഗ്യം, ഉൽപാദനം, വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം, ലോജിസ്റ്റിക്സ് തുടങ്ങിയ 9ഓളം പ്രധാന സാമ്പത്തിക മേഖലകളെ കേന്ദ്രീകരിച്ചാണ് ഈ പരിഷ്കാരം നടപ്പിലാക്കുന്നത്. കമ്പനികൾ തങ്ങളുടെ ഒഴിവുകൾ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴി കൃത്യമായി പരസ്യപ്പെടുത്തണമെന്നും യോഗ്യരായ സ്വദേശി ഉദ്യോഗാർത്ഥികൾക്ക് അർഹമായ മുൻഗണന നൽകണമെന്നും മന്ത്രാലയം കർശനമായി നിർദ്ദേശിക്കുന്നു. സ്വദേശിവൽക്കരണം കേവലം കർശനമായ നിയന്ത്രണങ്ങളിലൂടെ മാത്രമല്ല ഖത്തർ നടപ്പിലാക്കുന്നത്, മറിച്ച് കമ്പനികൾക്ക് മികച്ച പ്രോത്സാഹനം നൽകി കൂടിയാണ്. കമ്പനികളെ ഇതിലേക്ക് ആകർഷിക്കുന്നതിനായി ഹിമ്മ എന്ന പേരിൽ ഒരു ഡിജിറ്റൽ പോർട്ടൽ ആരംഭിക്കുകയും അതിന്റെ ഭാഗമായി സവിശേഷമായ ഒരു അവാർഡ് സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 2026 ഖത്തർ നാഷണലൈസേഷൻ അവാർഡ് വഴി മികച്ച രീതിയിൽ സ്വദേശികളെ ആകർഷിക്കുകയും അവർക്ക് അനുയോജ്യമായ തൊഴിൽ അന്തരീക്ഷം ഒരുക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും പ്രത്യേക ആനുകൂല്യങ്ങളും സർക്കാർ തലത്തിലുള്ള മുൻഗണനകളും ലഭിക്കും. ഇത് കമ്പനികൾക്കിടയിൽ സ്വദേശി ജീവനക്കാരെ നിയമിക്കുന്നതിനായി ഒരു ആരോഗ്യകരമായ മത്സരം സൃഷ്ടിക്കുമെന്നാണ് അധികൃതർ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും നേതൃത്വപരമായ പദവികളിലേക്കും ഭരണപരമായ തസ്തികകളിലേക്കും സ്വദേശി യുവാക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്ന കമ്പനികൾക്ക് വലിയ തോതിലുള്ള പിന്തുണയാണ് സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത്. അതേസമയം പ്രോത്സാഹനങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ നിയമം ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ശിക്ഷാ നടപടികളാണ് അധികൃതർ കൈക്കൊള്ളുന്നത്. നിശ്ചിത കോട്ട പൂർത്തിയാക്കാത്ത സ്ഥാപനങ്ങൾക്ക് പുതിയ വിദേശ ജീവനക്കാരെ കൊണ്ടുവരുന്നതിനുള്ള വർക്ക് പെർമിറ്റുകളും ബ്ലോക്ക് വിസകളും പൂർണ്ണമായി നിഷേധിക്കും. ഇതിനു പുറമെ ഓരോ നിയമലംഘനത്തിനും 30,000 ഖത്തർ റിയാൽ മുതൽ 1,00,000 റിയാൽ വരെ ഭീമമായ ഭരണപരമായ പിഴകളും ചുമത്താൻ പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം അഥവാ കൃത്യമായ ശമ്പള വിതരണ നിരീക്ഷണ സംവിധാനം വഴി വ്യാജമായ നിയമനങ്ങൾ നടത്തുന്ന കമ്പനികളെ കണ്ടെത്താൻ കർശനമായ പരിശോധനകളാണ് നടക്കുന്നത്. ജോലി ചെയ്യാതെ പേരിന് മാത്രം സ്വദേശികളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗോസ്റ്റ് എംപ്ലോയ്മെന്റ് പോലെയുള്ള പ്രവണതകൾ തടയാൻ കർശനമായ ഡിജിറ്റൽ നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുതിയ പരിഷ്കാരങ്ങൾ ഗൾഫിലെ മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള വിദേശ ജീവനക്കാരിൽ വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഭരണപരമായ തസ്തികകളിലും മാനേജീരിയൽ തലങ്ങളിലും ജോലി ചെയ്യുന്ന വിദേശികൾക്ക് തങ്ങളുടെ പദവികൾ നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ട്. എന്നാൽ സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തലനുസരിച്ച് ഇത് പ്രവാസികളുടെ സമ്പൂർണ്ണമായ ഒരു തൊഴിൽ നഷ്ടത്തിലേക്ക് പെട്ടെന്ന് വഴിമാറില്ല, മറിച്ച് തൊഴിലുകളുടെ വലിയൊരു പുനഃക്രമീകരണത്തിനാണ് ഇത് വഴി തുറക്കുന്നത്. കഠിനമായ കായികാധ്വാനം ആവശ്യമുള്ളതോ അല്ലെങ്കിൽ പ്രത്യേക സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ളതോ ആയ തസ്തികകളിൽ സ്വദേശികൾ താൽപ്പര്യം കാണിക്കാത്ത സാഹചര്യങ്ങളിൽ കമ്പനികൾ തങ്ങളുടെ ഉന്നത പദവികളിൽ സ്വദേശികളെ നിയമിക്കുകയും സാങ്കേതികവും പ്രവർത്തനപരവുമായ മേഖലകളിൽ പ്രവാസികളെ നിലനിർത്തുകയും ചെയ്യുന്ന തന്ത്രമാണ് സ്വീകരിക്കുന്നത്. കൂടാതെ ഖത്തറിലെ വിപണി വികസിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ പുതിയ അവസരങ്ങളും വിപണിയിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. വരും വർഷങ്ങളിൽ ഖത്തറിലെ സ്വകാര്യ മേഖലയുടെ പ്രവർത്തന ശൈലിയിൽ ഈ പുതിയ നിയമനങ്ങൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തും. പരമ്പരാഗതമായി ക്ലറിക്കൽ ജോലികളെ മാത്രം ആശ്രയിച്ചിരുന്ന പ്രവാസ രീതികളിൽ നിന്ന് മാറി ഉയർന്ന സാങ്കേതിക വൈദഗ്ധ്യവും സവിശേഷമായ യോഗ്യതകളും ആവശ്യമുള്ള മേഖലകളിലേക്ക് പ്രവാസികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. മാറുന്ന ഗൾഫ് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ സ്വയം നവീകരിക്കുക എന്നതാണ് പ്രവാസികൾക്ക് മുന്നിലുള്ള ഏക വഴി. കേവലം ഒരു തസ്തികയിൽ ഒതുങ്ങിക്കൂടാതെ ആധുനിക സാങ്കേതിക വിദ്യകളിലും മാനേജ്മെന്റ് ശൈലികളിലും വൈദഗ്ധ്യം നേടുന്നത് വഴി മാത്രമേ ഈ പുതിയ സ്വദേശിവൽക്കരണ തരംഗത്തിനിടയിലും പ്രവാസികൾക്ക് ഖത്തറിലെ സ്വകാര്യ മേഖലയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ.
സാങ്കേതിക മികവും അർപ്പണബോധവുമുള്ള പ്രൊഫഷണലുകൾക്ക് ഗൾഫ് വിപണിയിൽ എപ്പോഴും സ്ഥാനമുണ്ടാകുമെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നേറുകയാണ് പ്രവാസ ലോകം ചെയ്യേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.